മിക്ക ബാംഗ്ലൂരുകാർക്കും അറിയുന്ന ടെമ്പിളായിരിക്കും. ഇതാണ് ഇവിടെ ബാംഗ്ലൂർ ഇസ്കോൺ ടെമ്പിൾ. സോ യെസ്, തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ സുഖമായി നടന്നു പോകുന്നത്. തിരക്കുള്ള ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എത്രയോ ഒഴിഞ്ഞൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. വിഷു ആണ് ഇവിടെ നാട്ടിലെ പോലെയൊന്നും അല്ലല്ലോ. വിഷു ഒന്നും അങ്ങനെ ഇവിടെ വലിയതില്ല. സോ അത് കാരണം തിരക്കൊന്നും ഇല്ല. ബാംഗ്ലൂരിലെ ഒട്ടുമിക്ക നല്ലൊരു വ്യൂ ഇവിടെ നൈസായിട്ട് കേട്ടോ. കൊള്ളാല്ലേ, നൈസല്ലേ. റിസോർട്ട് പൂളിൻ്റെ ഒരു വൈബുണ്ട് ഇവിടെ. ഒട്ടുമിക്ക അമ്പലത്തിലും കാണാൻ പറ്റുന്ന സംഭവമാണ് ഇത്. ഇങ്ങനൊരു കൈക്കുമ്പിൾ ഒതുങ്ങുന്ന സാധനത്തിലുള്ള പ്രസാദം. ഈ റൈസൊക്കെ തന്നെയാണ്, റൈസ് കഞ്ഞി പോലത്തെ സംഭവമാണ് ഇവിടെ ഉണ്ടാവാറ്. മാതളം കാണുന്നുണ്ട് നിങ്ങൾ, മാതളം. ഇതിൻ്റെ ഇല മറ്റേ ഇതില്ലേ, എന്താ പറയുക, ഇത് മൈലാഞ്ചി. മൈലാഞ്ചിയുടെ പറയുന്നുണ്ടല്ലേ. ഫസ്റ്റ് ടൈം കേട്ടോ മാതളത്തിൻ്റെ ചെടിയാണ്. അതോ അവിടെയുണ്ട് കുറേ കണ്ട. കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാം. ഹാപ്പി വിഷു, ഹാപ്പി വിഷു. എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസകൾ. സോ അമ്പലത്തിലൊക്കെ പോയവരും പോവാത്തവരും വിഷു ആഘോഷിക്കുന്നവരും ആഘോഷിക്കാത്തവർക്കും എല്ലാവർക്കും സന്തോഷവും പിന്നെ അതുപോലെ എന്ത് വന്നാലും അതൊക്കെ തരണം ചെയ്യാനുള്ള ശക്തിയൊക്കെ കിട്ടട്ടെ. അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി നല്ല ഫ്രഷായി കഴിഞ്ഞ് നമ്മൾ കച്ചേരി ഇങ്ങനെ ഇരിക്കുന്നു. ഇന്ന് അത്രയേ ഉള്ളൂ വിഷു, ഇത്രയേ ഉള്ളൂ ചെറിയൊരു വിഷു. ഒറ്റയ്ക്ക് ഹാപ്പി. പടക്കൊന്നും പൊട്ടിച്ചില്ല, കണി വച്ചില്ല എന്നുള്ളൊരു കഥയേ ഉള്ളൂ. പക്ഷേ ഓക്കെ, ഹാപ്പി വിഷു. വിഷു പ്രമാണിച്ച് തൈരോടെയൊക്കെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. തൈരോടെയല്ല, സോറി, സാമ്പാർ വട കഴിക്കാൻ ചോദിച്ചു. വീഡിയോ കട അമ്പലം കഴിഞ്ഞ് നമ്മൾ അടുത്ത അമ്പലത്തിലേക്ക് എത്തി. ദൈവവിശ്വാസം അതെ 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 അതെ. കൊല്ലത്തിലൊരിക്കൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി അവൾ അമ്പലത്തിൽ പോകും. അതിന് എന്നെ കൂട്ടി വിളിക്കുക, അത്രയാണ്. നമ്മൾ റൂമിൻ്റെ അടുത്തുള്ള ഒരു അമ്പലം കേട്ടോ. When he said he like നാടൻ പെൺകുട്ടി. അങ്ങനെ രണ്ടാമത്തെ അമ്പലം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. മൂന്നാമത്തെ അമ്പലം ഏതെന്ന് കൺഫേം ആക്കിയിട്ടില്ല, കാരണം രണ്ടത്തെ മൂന്നൊക്കെ എന്നാണ് പറയാറ്. അപ്പോൾ ഓക്കെ, ബൈ.